ശ്രീ റോണി കെ ബേബിയിലേക്ക്. ശ്രീ റോണി കെ ബേബി, ഭരണഘടനയുടെ പിന്തുണയില്ലാത്ത ഒരു നീക്കമാണിത് എന്നെല്ലാ ഘട്ടത്തിലും BJP ആരോപിക്കുന്ന ഒരു കാര്യമാണ് ഈ 4% സംവരണം മുസ്ലിങ്ങൾക്ക് നൽകുക, അല്ലെങ്കിൽ മത അടിസ്ഥാനത്തിലുള്ള സംവരണം. വീണ്ടും കോൺഗ്രസ് ഈ ആശയം ശക്തമായി മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്താണ് കോൺഗ്രസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭരണഘടനയുടെ പിൻബലമില്ലാത്ത ഒരു സംവരണമാണ് കോൺഗ്രസ് കർണാടകയിൽ നടപ്പാക്കിയത് എന്ന് BJP ഇപ്പോൾ ആരോപിക്കുമ്പോൾ ഒന്നെങ്കിൽ BJPക്ക് ഭരണഘടന എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളോ, അല്ലെ 1993 ഇന്ദിരാ സാഹ്നി കേസോ, അതാണല്ലോ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് OBC സംവരണം നടപ്പാക്കിയതിൽ വളരെ വിശദമായി സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് കേസ് കേട്ട് തീർപ്പ് കൽപ്പിച്ച ഇന്ദിരാ സാഹ്നി കേസിൽ വളരെ കൃത്യമായി തന്നെ ഭരണഘടനയുടെ 16(4) സാധുത പറഞ്ഞിട്ടുണ്ട്. ഭരണഘടനയുടെ 16(4) കൃത്യമായി പറഞ്ഞിരിക്കുന്നത് സർക്കാരുകൾക്ക് സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി സംവരണം ആവാമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ സുപ്രീം കോടതിയുടെ വളരെ വിശദമായിട്ടുള്ള ആ കേസില്, ആ ഇന്ദിരാ സാഹ്നി കേസില് ഈ ചോദ്യങ്ങളൊക്കെ അവിടെ ഉയർന്നതാണ്. മുസ്ലിം സമുദായത്തെ ഒരു മതമായിട്ടാണോ അതോ ഒരു ജാതിയായിട്ടാണോ പരിഗണിക്കുന്നത്? കഴിഞ്ഞൊരു 100-150 വർഷത്തെ ഇന്ത്യയിലെ മുഴുവൻ റെക്കോർഡുകളും പരിശോധിച്ചാൽ അത് സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കൊളോണിയൽ കാലഘട്ടം മുതൽ 1871 മുതലുള്ള 1931 വരെയുള്ള എല്ലാ സെൻസസ് റിപ്പോർട്ടുകളും പരിശോധിച്ചാലും, അതിനുശേഷം സ്വാതന്ത്ര്യാനന്തരം വന്ന 5 കമ്മീഷനുകൾ, അതിലൊന്ന് എന്ന് പറയുന്നത് കാക്ക കലേക്കർ കമ്മീഷൻ, മണ്ഡൽ കമ്മീഷൻ, രജീന്ദർ സച്ചാർ കമ്മീഷൻ, രംഗനാഥ് മിശ്ര കമ്മീഷൻ, ഗോപാൽ സിംഗ് കമ്മീഷൻ, ഈ 5 കമ്മീഷൻ റിപ്പോർട്ടിലും വളരെ കൃത്യമായി തന്നെ മുസ്ലിം വിഭാഗത്തെ ഒരു ജാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിഗണിച്ചിരിക്കുന്നത്. മണ്ഡൽ കമ്മീഷൻ തന്നെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന 200 ജാതികളാണ്, മുസ്ലിം സമുദായത്തിനകത്ത് 200 ജാതികൾ. അതുകൊണ്ടാണ് അത് OBCക്കകത്ത് വരുന്നത്. ഇത് സുപ്രീം കോടതി വളരെ വിശദമായി കേസ് കേട്ട് വളരെ വിശദമായി തീർപ്പ് കൽപ്പിച്ച ഒരു കാര്യം, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കി വരുന്ന ഒരു കാര്യം. ഇവൻ ഗുജറാത്ത് തന്നെ മോദിയുടെ, കാരണം BJPയുടെ ഒരു പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്ന ഗുജറാത്ത് ആണല്ലോ. അവിടെ 2022 ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞ ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളോ പരിശോധിക്കാം. അദ്ദേഹം വളരെ അഭിമാനത്തോടെ പറഞ്ഞത് സബ്കാ വികാസ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഗുജറാത്തിൽ 72 മുസ്ലിം വിഭാഗങ്ങൾക്ക്, അതായത് മുസ്ലിം മതത്തിനകത്തുള്ള 72 അവാന്തര വിഭാഗങ്ങൾക്ക് MBC മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി പദവിയും അതുപോലെ തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി പദവിയും നൽകി അവർക്ക് റിസർവേഷൻ നൽകിയിട്ടുണ്ട്. ഈ ആന്ധ്രാപ്രദേശിലെ ഈ തൊട്ടടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ സഖ്യമായി മത്സരിച്ച BJP അതുപോലെ തന്നെ ഈ TDP സഖ്യം അവർ നൽകിയ വാഗ്ദാനമായിരുന്നു 4% സംവരണം. ഞാൻ കൃത്യമായ ഡേറ്റ് പറയാം. മെയ് മാസം 2-ാം തീയതി 2025 മെയ് മാസം 2-ാം തീയതി അധികാരത്തിൽ വന്ന ഉടൻ തന്നെ അവിടെ ചന്ദ്രബാബു നായിഡുവിന്റെ സർക്കാർ പ്രഖ്യാപിച്ചതാണ് 4% മുസ്ലിം സംവരണം. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും, അത് യോഗിയുടെ ഉത്തർപ്രദേശാണ്. ഞാൻ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി അതൊക്കെ നമുക്ക് ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ അതൊക്കെ ന്യായീകരിക്കാം. പിന്നോക്കാവസ്ഥയുള്ള ആളുകളുടെ ഒരു ഉന്നമനം വേണം. പക്ഷേ ഈ കരാറുകളിൽ സംവരണം നൽകുക എന്ന് പറയുമ്പോൾ അത് അത്ര കണ്ട് അങ്ങോട്ട് ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ? 2 കോടി വരെയുള്ള കരാറുകൾ നൽകുമ്പോൾ, സർക്കാരിൻ്റെ നിർമ്മാണ പ്രവർത്തികൾക്കുള്ള കരാറുകൾ നൽകുമ്പോൾ അതിൽ ആളുകൾക്ക് ഒരു സംവരണം നൽകുക എന്നത് വളരെ വിചിത്രമായി തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ഒരു സ്റ്റേറ്റിലുള്ള വിഷയമല്ലെന്നേ. സംവരണം എന്ന് പറഞ്ഞാൽ പല തലങ്ങളിലുണ്ട്. ഞാനൊരു ഉദാഹരണം മാത്രം ചൂണ്ടിക്കാണിക്കാം. ബസവരാജ് ബൊമ്മെ ഗവൺമെന്റ്, BJPയുടെ ഗവൺമെന്റ് 2023 അവർ 4% സംവരണം എടുത്ത്, മുസ്ലിങ്ങളുടെ ഉണ്ടായിരുന്ന 4% സംവരണം എടുത്തുകൊണ്ട് ആർക്ക് കൊടുത്തു? ഒന്ന് ഈ പറയുന്ന ലിംഗായത്തുകൾക്കും ഒക്കെ ലിംഗങ്ങൾക്കും കൊടുത്തു. കേസ് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതിയുടെ പരാമർശം എന്താ പറയുക? ഞാൻ കൃത്യമായി തന്നെ പറയാം. പ്രൈമാ ഫേസിയ ഷെയ്ക്കി ആൻഡ് ഫ്ലോഡ് എന്നാണ് സുപ്രീം കോടതി വിമർശിച്ചത്. ഇത് ഭരണഘടനയുടെ മുമ്പിൽ നിലനിൽക്കുന്നതല്ല. ഈ പറയുന്ന 4% സംവരണം അവർക്കുണ്ടായിരുന്നത് എടുത്തു കളഞ്ഞത് വളരെ കൃത്യമായി സുപ്രീം കോടതി നിൽക്കി. ആ കേസ് ഇപ്പോഴും സുപ്രീം കോടതി നിൽക്കുകയാണ്. ഈ ബസവരാജ ബൊമ്മെ കമ്മിറ്റി 4% സംവരണം എടുത്തു കളഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ യഥാർത്ഥ വിഷയം എന്താ? മുസ്ലിം സമുദായത്തെ എങ്ങനെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നതെന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ഭരണഘടനയാണെങ്കിലും സുപ്രീം കോടതി വിധികളാണെങ്കിലും, ഞാൻ പറഞ്ഞ ഗുജറാത്ത് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ വളരെ വ്യക്തമാണ്. താങ്കൾ, ഞാൻ ഒരു മിനിറ്റ്, ഞാൻ രാഹുൽ ഈശ്വറിന്റെ കൂടി ഒരു കമന്റ് എടുത്തിട്ട്, ഞാൻ BJP വക്താവ് കൂടി ഉണ്ട് നമുക്കപ്പോൾ അദ്ദേഹത്തിലേക്ക് പോകാം. ശ്രീ രാഹുൽ